വേനലിൽ പാലക്കാട് തിളച്ചുമറിയുമ്പോൾ അതിനേക്കാൾ ചൂടുള്ള വാർത്തകളാണ് CPM-നെയും സിറ്റിംഗ് MP-യായ വി രാജേഷിനെയും പ്രതിസന്ധിയിലാക്കുന്നത്. തന്നെ ചെർപ്പുളശ്ശേരി പാർട്ടി ഓഫീസിൽ വെച്ച് യുവാവ് മാനഭംഗപ്പെടുത്തിയെന്നും അതിൽ ഒരു കുഞ്ഞ് ജനിച്ചെന്നുമുള്ള യുവതിയുടെ വെളിപ്പെടുത്തലും പരാതിയും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറെ മുന്നിലായിരുന്ന MP രാജേഷിന് തിരിച്ചടിയായി. ഷൊർണൂർ പാർട്ടി ഓഫീസിലെ ലൈംഗിക ആരോപണത്തെ തുടർന്ന് പാർട്ടി പുറത്താക്കിയ PK ശശിയും ഇടതിന് തിരിച്ചടിയാണ്. ശശി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അത്ര സജീവമല്ല. ശശിയുടെ സാന്നിധ്യം രാജേഷും ഇഷ്ടപ്പെടുന്നില്ല. ശശിയോടൊത്ത് വോട്ട് ചോദിക്കാൻ പോയതിന്റെ ഫോട്ടോയിൽ നിന്ന് ശശിയെ ഒഴിവാക്കി രാജേഷ് മാധ്യമങ്ങൾക്ക് നൽകിയത് വലിയ വാർത്തയായിരുന്നു. CPM-CPI തർക്കമാണ് ഇടതുമുന്നണിക്ക് മറ്റൊരു വലിയ തലവേദന. തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതാക്കൾ ശ്രമിച്ചില്ലെങ്കിലും CPI കേന്ദ്രങ്ങളായ അട്ടപ്പാടി, തച്ചമ്പാറ, കുമരംപുത്തൂർ, തെങ്കര, കാഞ്ഞിരപ്പുഴ പഞ്ചായത്തുകളിൽ ചേരിപ്പോര് രൂക്ഷമാണ്. 2 ആഴ്ച മുമ്പ് നടന്ന കുമരംപുത്തൂർ പഞ്ചായത്ത് ഇടതുമുന്നണി കൺവെൻഷൻ CPI ബഹിഷ്കരിച്ചിരുന്നു. 2 തവണ MP-യായ വി രാജേഷിന് ഇത്തവണയും സീറ്റ് നൽകി മണ്ഡലം നിലനിർത്താനാകുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ലൈംഗിക ആരോപണങ്ങളും പാർട്ടിയിലെ ഗ്രൂപ്പിസവും മുന്നണിയിലെ അനൈക്യവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. VS പിണറായി ഗ്രൂപ്പിസത്തിന്റെ കേന്ദ്രമായിരുന്ന പാലക്കാട് അത് കെട്ടടങ്ങിയതായിരുന്നു. PK ശശിയുടെ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഗ്രൂപ്പിസം ഉയർത്തെഴുന്നേറ്റത്. ജില്ലയിൽ ആർക്കും ചോദ്യം ചെയ്യാനാവാതെ പാർട്ടി പിടിച്ചടക്കിയിരുന്ന PK ശശിയെ പുറത്താക്കിയതിന് പിന്നിൽ സ്ഥലം MP-യുടെ നേതൃത്വത്തിലായിരുന്നുവെന്ന് വ്യാപക ആക്ഷേപങ്ങളുമുണ്ട്. പീഡനത്തിന് ഇരയായ DYFI നേതാവ് കൂടിയായ പെൺകുട്ടി ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും ശശിക്കെതിരെ തെളിവ് സഹിതം പരാതി നൽകിയെങ്കിലും ശക്തനായിരുന്ന ശശിക്കെതിരെ ആദ്യം നടപടി ഉണ്ടായിരുന്നില്ല. പരാതി ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ ശശിയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടി CPM ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നേരിട്ട് പരാതി നൽകുന്നത്. പിന്നീട് കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും മാസങ്ങൾക്കൊടുവിൽ ശശിയെ കുറ്റവിമുക്തനാക്കുന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. പെൺകുട്ടിയോട് PK ശശി മോശമായി സംസാരിച്ച ഓഡിയോ പുറത്തു വന്നിരുന്നു. അതോടെയാണ് പാർട്ടിയിൽ നിന്ന് ശശിയെ സസ്പെൻഡ് ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി നിർബന്ധിതരായത്. ഇത്തരത്തിലുള്ള കരുനീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് MP ആണെന്നാണ് ശശിക്ക് ഒപ്പമുള്ളവരുടെ ആരോപണം. പാർട്ടിയിൽ പിടിമുറുക്കിയ ശശി അടുത്ത തവണ ജില്ലാ സെക്രട്ടറി ആവാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ലൈംഗിക വിവാദത്തോടെ പ്രാഥമിക അംഗത്വം തന്നെ തെറിച്ചത്. MP-ക്ക് പുറമെ സുധാകരൻ, മുൻ MLA M ഹംസയുൾപ്പെടെയുള്ള പ്രധാന നേതാക്കളും ശശിക്കെതിരെ കളിച്ചെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെ മറികടന്നാണ് ശശി ഷൊർണൂർ MLA ആയത്. പാർട്ടി സമ്മേളനത്തിൽ ഇത് ചോദ്യം ചെയ്തതോടെ രണ്ടുപേരെയും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ശശി വെട്ടിനിരത്തിയിരുന്നു. CPM ഗ്രൂപ്പിസം അതിരൂക്ഷമായ ഈ സാഹചര്യത്തിൽ MP രാജേഷ് മൂന്നാമത് കൂടി മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ PK ശശി പണികെടുക്കുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിലാകട്ടെ ഷാഫി പറമ്പിൽ മത്സരിക്കണമെന്നായിരുന്നു ഒരു വിഭാഗം പ്രവർത്തകരുടെ ആവശ്യം. എന്നാൽ DCC പ്രസിഡന്റായ VK ശ്രീകണ്ഠനെ മത്സരിപ്പിക്കണമെന്ന് പോസ്റ്ററുകൾ ഇറങ്ങി. അതോടെ ഷാഫിക്ക് അനുകൂലമായും പോസ്റ്റർ ഇറങ്ങി. പാളയത്തിൽ പടയെന്ന് മനസ്സിലായപ്പോഴാണ് ശ്രീകണ്ഠൻ മത്സരിക്കട്ടെ, MLA ആയ ഷാഫി മാറ്റി നിർത്താമെന്ന് തീരുമാനിച്ചത്. I ഗ്രൂപ്പിന്റെ സീറ്റാണെങ്കിലും VK ശ്രീകണ്ഠൻ KC വേണുഗോപാലിനൊപ്പമാണ്. BJPക്ക് ചില പോക്കറ്റുകളിൽ വോട്ടുണ്ടെങ്കിലും വിജയിച്ചു കയറാനുള്ള കരുത്തില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.